Oh, this is not a great ferry. Ooh. Chimsa? Welcome to FlatStepney. Welcome to another trip yet in Bhopal. ഇന്ന് നമ്മൾ വേറെ സ്ഥലത്താണ് പോകുന്നത്. കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള സ്പോട്ടാണ്. അധികം ആൾക്കാർ വിസിറ്റ് ചെയ്യാത്തൊരു സ്പോട്ടാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് വണ്ടിയിൽ നിന്ന് പോകാൻ പോകുന്നത്. ചിഡിക്കോ എന്നാണ് അതിൻ്റെ പേര്. ചിഡിക്കോ ആ ഒരു ലാൻഡ്സ്കേപ്പിന് ഒരു കിളിയുടെ രൂപമാണ്. അതുകൊണ്ടാണ് അതിന് ചിഡിക്കോ എന്ന് പേര് വന്നേക്കുന്നത്. സോ കുറച്ച് ലേറ്റായി, സമയത്തിറങ്ങാൻ പറ്റിയില്ല ആസ് യൂഷ്വൽ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. ഫോർഡിലാണ് ഇറങ്ങാൻ പോകുന്നത്. കുറേ നാൾ കഴിഞ്ഞാണ് വണ്ടി എടുത്തത്. നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടം വരെ വന്ന് ഇപ്പോഴാണ് ഒന്ന് കഴുകി വൃത്തിയാക്കി ആ വണ്ടിയിൽ ഇനി പോകാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് മീറ്റ് ഇൻ ചിഡിക്കോ. വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഒരു NH46 പോയിക്കൊണ്ടിരിക്കുന്നത്. 90 മിനിറ്റ് യാത്രയുണ്ട് ഇവിടുന്ന്. തിരക്കൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ നേരത്തെ എത്തിയേക്കും. നമ്മൾ യാത്രയിൽ ഒരു എന്നാ പറയുന്നത് അഡ്വെഞ്ചർ എന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ ഗിയർ ബോക്സ് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. നമ്മൾ കാണുന്ന പോലെ സാധനം മൊത്തം കിടന്ന് ആടുവാണ്, റെസ്പോണ്ട് ചെയ്യുന്നില്ല ഒട്ടും. വണ്ടി ഇപ്പോൾ സ്ലോ ആയി തുടങ്ങിയിട്ടുണ്ട്. കാണുന്നിടത്ത് വർക്ക് ലിവർ
അങ്ങനെ നമ്മൾ ചിഡിക്കോയിലെത്തി. അടിപൊളി അറ്റ്മോസ്ഫിയറാണ്, ബ്യൂട്ടിഫുൾ സീനിക് പ്ലേസ്, പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ചിഡിക്കോ കാട്ടിക്കൂടെ നടന്ന് ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ലേക്ക്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്, അധികം ആൾക്കാർ വരാത്തൊരു സ്ഥലമാണിത്. നല്ല സെറീൻ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. നമുക്ക് സ്ഥിരം ഏതെങ്കിലും ഒരു റിസർവോയറോ അല്ലെങ്കിൽ ഒരു കാട്ടുവഴി പോകുമ്പോൾ സ്ഥിരം കാണുന്ന കാഴ്ചയാണ്. പക്ഷേ ഈ മനുഷ്യനെ കണ്ട ഒട്ടും പേടിയില്ല. ഇതിപ്പോൾ കുറേ നേരമായി മാൻ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഒരു പേടിയില്ല, നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലൊന്നും ചെയ്യുന്നുമില്ല. കാണുന്ന അത്രയും ബുദ്ധിമുട്ടില്ല ആക്ച്വലി, കാരണം പാറയിൽ നന്നായിട്ട് ചവിട്ടാനൊക്കെ സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കാലിങ്ങനെ പൊക്കി ചവിട്ടി കയറി വന്നാൽ മതി. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളിവിടെ ലേക്ക് നിന്നൊക്കെ ഇറങ്ങി, ലേക്കും മറ്റേ കുറച്ച് കാട് നിന്നൊക്കെ ഇറങ്ങി ലഞ്ചിന് വേണ്ടി ഒരു ഢാബയിലാണ് കയറാൻ പോകുന്നതെന്ന്. കാലത്ത് കൊണ്ടുവന്ന സ്നാക്സും ബ്രേക്ക്ഫാസ്റ്റൊക്കെ തിന്ന് തീർത്തു, പക്ഷേ വിശപ്പടങ്ങിയില്ല. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഒരു ഢാബ എന്ന് പറഞ്ഞ സ്ഥലത്ത് കഴിക്കാൻ കയറിയേക്കുവാണ്. സ്വപ്പൻ ലോക്ക് എന്നാണ് ഢാബയുടെ പേര്. നമുക്ക് അടിപൊളിയായിട്ട് ഇതിൻ്റെ ഫുഡ് എന്താണെന്നൊക്കെ നോക്കി നമുക്ക് ടേസ്റ്റ് ചെയ്ത്. നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞു, ഇനി കേവിലേക്ക് പോവുകയാണ്. കേവിലേക്ക് ഒരു 20 മിനിറ്റ് ഉള്ളൂ ഇവിടുന്ന്. കേവിൽ പോയിട്ട് നമുക്ക് കാണാനുള്ള വ്യൂസും
അല്ലെങ്കിൽ കാണാനുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് മടങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. With the sunset, closing for today. Goodbye.